ഹായ് മക്കളെ, സൈലം എൻട്രൻസ് ഇൻഫോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നീറ്റ് പരീക്ഷ ഇങ്ങ് അടുത്ത് വരികയാണ്. യാതൊരു ടെൻഷനും ഇല്ലാതെ പരീക്ഷയെ നേരിടാം. ബേസിക്കലി ഇവിടെ ഒരു കൗൺസിലിംഗ് വർക്ക്, സൈലത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ഞാൻ. സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് കുട്ടികളെ ഡെയിലി കൗൺസിൽ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, പല കുട്ടികളും അവരുടെ ഒരു ഇന്റേണൽ ടോക്ക് എന്നത് വളരെയധികം നെഗറ്റീവ് ആവുന്ന ഒരു സാഹചര്യമായത്. ഇന്റേണൽ ടോക്ക് എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളോട് തന്നെ സംസാരിക്കുക. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷാ ഹാളിൽ നന്നായിട്ട്, നിങ്ങൾ എത്രത്തോളം ടാലന്റഡ് ആയ കുട്ടിയായാലും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ടോക്ക് പോസിറ്റീവ് ആയിരിക്കണം. അതായത് നമ്മളോട് തന്നെ ആ പരീക്ഷാ ഹാളിൽ പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചും നമ്മൾ പരീക്ഷ എഴുതുന്ന രീതിയെക്കുറിച്ചും വളരെ പോസിറ്റീവായി സംസാരിക്കുക. ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും പോയിരുന്ന ആ ഒരു വിഷ്വലൈസേഷൻ, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വിഷ്വലൈസേഷൻ മെത്തേഡൊക്കെ യൂട്യൂബിലും മറ്റു പല കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ തന്നെ ഈ മോട്ടിവേഷൻ, അതായത് മോട്ടിവേഷൻ ഓവർലോഡഡ് എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കാമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ മുതിരുന്നില്ല. പക്ഷേ ഇന്റേണൽ ടോക്ക് പോസിറ്റീവ് ആക്കുക. എപ്പോഴും ഇരിക്കുമ്പോൾ, എവിടെ ഇരിക്കുന്ന സമയത്തും നീറ്റിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോഴും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട്, അതായത് ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ 2 years ആയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാണ്. തീർച്ചയായിട്ടും എനിക്ക് പരീക്ഷാ ഹാളിൽ പോയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള പോസിറ്റീവ് വിഷ്വലൈസേഷൻ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി വരുന്ന ദിവസങ്ങളിൽ നെഗറ്റീവ് വിഷ്വലൈസേഷനിലേക്ക് പോവാതിരിക്കുക. ഈ ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ 20 കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് നേരത്തെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് നീറ്റ് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ആ ശ്രദ്ധിക്കേണ്ടത് 20 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഹോൾ ടിക്കറ്റിന്റെ കാര്യമാണ്, അതായത് അഡ്മിറ്റ് കാർഡിന്റെ കാര്യം. ഈ അഡ്മിറ്റ് കാർഡ് പിന്നീടുള്ള പല സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. അലോട്ട്മെന്റ് സമയത്ത്, ചില സമയത്ത് കോളേജ് അഡ്മിഷൻ സമയത്ത്. അപ്പോൾ പിന്നീട് അത് ചിലപ്പോൾ അതിന്റെ പാസ്വേഡ് മറന്നു പോയേക്കാം, അത് കിട്ടാതെ വന്നേക്കാം. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 കളർ കോപ്പിയെങ്കിലും, കളർ കോപ്പിയാണ് ഒന്നും കൂടെ ബെറ്റർ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 കളർ കോപ്പിയെങ്കിലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കി കോപ്പി നിങ്ങളുടെ ഫയലിൽ സൂക്ഷിച്ചു വെക്കുക. പിന്നീട് അത് ആവശ്യം വന്നേക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രിന്റ് ഔട്ടിന്റെ 1ാമത്തെ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് നോക്കുക. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ ഫാദറിന്റെ പേര് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, കാണാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പ്രിന്റ് ഔട്ടിന്റെ 1ാമത്തെ പേജിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. ഇപ്പൊ പല കുട്ടികളും ചോദിക്കുന്ന ഈ ഒട്ടിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ പേര് ഡേറ്റ് വേണമെന്നാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു നിബന്ധനയൊന്നുമില്ല. പേര് ഡേറ്റ് ഉണ്ടായാലും നല്ലത്, ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പേരും ഡേറ്റ് ഒന്നും ഇല്ലാത്ത, നിങ്ങളുടെ പേരും ഡേറ്റും ഇല്ലാത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന്റെ പേരിൽ റിജക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത് ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലുള്ള അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ഒട്ടിക്കുക. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. തമ്പ് ഇംപ്രഷന് നമുക്കൊരു ഇങ്ക് പാഡ് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തമ്പ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് തമ്പ് ഇംപ്രഷൻ എടുത്ത കൈയിന്റെ തമ്പിന്റെ ഇംപ്രഷൻ നേരത്തെ തന്നെ വെക്കുക. അത് പരീക്ഷാ ഹാളിലേക്ക് മാറ്റി വെക്കണ്ട. ഓക്കെ. പിന്നെ നമുക്ക് സിഗ്നേച്ചർ ഉണ്ട്. എല്ലാ സിഗ്നേച്ചറും, നമ്മുടെ ഹാൾ ടിക്കറ്റിലുള്ള എല്ലാ സിഗ്നേച്ചേഴ്സും വീട്ടിൽ നിന്ന് ഇടേണ്ടതല്ല, പരീക്ഷാ ഹാളിൽ നിന്ന് ഇടേണ്ടതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ 2ാമത്തെ ഒരു പേജിൽ നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. അതിനും സംശയം, അതിന് പേര് ഡേറ്റ് വേണമെന്നാണ്. ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി പേരും ഡേറ്റും ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ അതിനും വലിയ വിഷയമില്ല. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അതിന്റെ പേരിൽ ഒരു ടെൻഷൻ വേണ്ട. പേരോ ഡേറ്റോ ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യത്തിൽ ഒട്ടിച്ചോളും. ഓക്കെ. പിന്നെ പരീക്ഷാ ഹാളിൽ പരമാവധി നേരത്തെ തന്നെ എത്താൻ ശ്രദ്ധിക്കുക. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ ഇത് പല പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് ഓരോ നീറ്റ് പരീക്ഷ കഴിയുമ്പോഴും ഒരു കഥയെങ്കിൽ നമ്മൾ കേൾക്കാം. നീറ്റ് പരീക്ഷ ഹാളിൽ വൈകി എത്തിയ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല, വിദ്യാർത്ഥി മാനസിക സംഘർഷത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ എല്ലാ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം കേൾക്കാറുണ്ട്. അപ്പൊ അതിൽ ഒരു കഥാപാത്രമായിട്ട് നിങ്ങൾ മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് എപ്പോഴും ഉള്ള ഒരു പരിപാടി എന്താ വെച്ചാൽ അവസാന നിമിഷത്തെ കാര്യങ്ങൾ മാറ്റി വെക്കുക. ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റാക്കി ലാസ്റ്റ് മൊമെന്റിൽ തിരക്കാക്കി ഓടിപ്പോവുക. ആ പരിപാടി പറ്റില്ല. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. പരമാവധി നേരത്തെ, അത് കുറച്ച് നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞ് സമാധാനത്തിൽ അവിടെ മരത്തിന്റെ കീഴിലോ ഏതെങ്കിലും ക്ലാസ് റൂമിൽ ഇരുന്നൊന്ന് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി. പക്ഷെ എത്താൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അത് മനസ്സുകൊണ്ടുള്ളൊരു ഗെയിമാണ് നീറ്റ് പരീക്ഷ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. അപ്പൊ പരമാവധി നേരത്തെ തന്നെ 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ പരമാവധി നേരത്തെ തന്നെ പരീക്ഷ ഹാളിൽ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മതപരമായ ഡ്രസ്സ് ധരിക്കുന്ന കുട്ടികൾ പരമാവധി നേരത്തെ എത്തി പരിശോധനയ്ക്ക് വിധേയമാകാം. അപ്പൊ മതപരമായ ഡ്രസ്സ്, ബുർക്ക പോലുള്ള വസ്ത്രങ്ങൾ, നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ, അതൊക്കെ ധരിക്കുന്ന കുട്ടികൾ, ഓരോ മതത്തിനും അതിൻ്റെതായ വസ്ത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ധരിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്, അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ അതിന്റെ നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ എത്തി പരിശോധനയ്ക്ക് വിധേയമാവേണ്ടി വരും. അപ്പൊ അത്തരം ഡ്രസ്സ് ധരിക്കുന്ന കുട്ടികളെ കുറച്ചും കൂടെ നേരത്തെ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക.
തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ പരിശോധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് നേരത്തെ എത്താൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ശരി. പിന്നെ എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പരീക്ഷ നടക്കുന്ന ദിവസം താരതമ്യേന കൂടുതൽ തിരക്കുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് പരീക്ഷാ കേന്ദ്രം എവിടെയാണെന്നും അവിടത്തേക്കുള്ള വഴിയെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണ ഉണ്ടാക്കുക. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SM പോളിടെക്നിക് ഇന്ന സ്ഥലത്ത് കിട്ടിയിരിക്കുകയാണ്, വടകര അല്ലെങ്കിൽ കളമശ്ശേരി അല്ലെങ്കിൽ ആലുവ അല്ലെങ്കിൽ എവിടെ വേണം കിട്ടി, ആലപ്പുഴ, ട്രിവാൻഡ്രം, എവിടെ വേണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ ചുറ്റും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരം അവിടത്തേക്കുണ്ട്, ഏകദേശം എത്ര ദിവസം, എത്ര സമയം വേണ്ടി വരും, അവിടത്തേക്ക് എത്ര സമയം വേണ്ടി വരും, കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കുക. കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നേരത്തെ ധാരണ ഉണ്ടാക്കി വെക്കുന്നത് ടെൻഷൻ കുറക്കാൻ സഹായിക്കും. പിന്നെ ട്രാൻസ്പെറന്റ് ആയ വാട്ടർ ബോട്ടിൽ കുടിവെള്ളം പരീക്ഷ കൊണ്ടുപോകുക. എല്ലാവരും ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. കുടിവെള്ളം കൊണ്ടുപോകണം. ബോട്ടിൽ കൊണ്ടുപോയതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ വാട്ടർ ബോട്ടിൽ കുടിവെള്ളം നിങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ വെള്ളം സാധാരണ നമുക്ക് വീട്ടിൽ നിന്ന് എടുത്ത വെള്ളം, അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കളേഴ്സ് ഒന്നും ചേർക്കാത്ത വെള്ളം, പ്യൂറായിട്ടുള്ള വാട്ടർ കൊണ്ടുപോവുക. നിങ്ങൾക്ക് അത് ട്രാൻസ്പാരന്റ് ആയിരിക്കണം. അപ്പം ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അക്വാഫിനോ, കിൻലിയോ അങ്ങനെയുള്ള ഏതെങ്കിലും മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ട് അതിന്റെ ലേബൽ കളഞ്ഞിട്ട് അതിൽ വെള്ളം കൊണ്ടുപോയാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അത് പ്രിന്റ് വരുന്നതുകൊണ്ടാണ് അത്. കാരണം പ്രിന്റ് വരുന്ന ഒരു സംഗതികൾ നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ആ ലേബലിൽ പ്രിന്റ് ഉണ്ടല്ലോ. അപ്പൊ അത് പറിച്ച് കളഞ്ഞ് അതിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയാലും മതി, കുഴപ്പമില്ല. ഒരു ദിവസത്തേക്കുള്ള ആവശ്യമല്ലേ ഉള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കാം. പത്താമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് നിർബന്ധമായി പരീക്ഷ ഹാളിൽ കൊണ്ടുപോകുക. ആധാർ കാർഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗസ്റ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും. ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡാണ് 10ാമത്തെ പോയിന്റ്. 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപേക്ഷാ ഫോമിൽ ഒട്ടിച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും 2 കോപ്പി കയ്യിൽ അധികമായി കരുതുക. അപ്പൊ അത് നമുക്കൊരു പ്രിക്കോഷൻ ആണ്. അവിടെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനുണ്ട്. ഇപ്പൊ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാൻ 1 കോപ്പി മതിയാവും. എന്നാലും ഒരു 2 കോപ്പി വീതം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ കയ്യിലെടുത്തോളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ വെള്ളം വീഴുകയോ അല്ലെങ്കിൽ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത്, പല കാര്യങ്ങളും അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചേക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ 2 കോപ്പി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 2 കോപ്പി പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കുന്നത് സേഫാണ്. അതിലൊരു കോപ്പി അവിടെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനുണ്ട്, അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനുണ്ട്. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 2 കോപ്പി കയ്യിൽ വെച്ചോളൂ. എക്സ്ട്രാ 2 കോപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. പിന്നെ ഡ്രസ് കോഡിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ദിവസം വലിയ ഫാഷനബിൾ ആയിട്ട് അല്ലെ, ഭയങ്കര എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു പരീക്ഷ ഹോളാണ്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ അല്ലെ, ഒരുപാട് ലേയേഴ്സ് ഒക്കെ ഉള്ള മുകളിലുള്ള ലേയേഴ്സ് ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയ ഹെവി ആയ ഒരുപാട് പ്രിന്റ് ഒക്കെ വരുന്ന രീതിയിൽ വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ വസ്ത്രങ്ങളിലുള്ള മെറ്റൽ ഭാഗങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിനുള്ള ഈ ബട്ടൺ ഒക്കെ മെറ്റൽ ആയിരിക്കും. ജീൻസിന്റെ ബട്ടൺ, ജീൻസൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് ഹെവി അല്ലാത്ത രീതിയിൽ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷെ മെറ്റലിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, സിപ്പുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ മെറ്റൽ ഡിറ്റക്ടറിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് വസ്ത്രങ്ങളുള്ള മെറ്റൽ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. പരീക്ഷ ഹാളിലേക്ക് പോകാന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാച്ച്, ബ്രേസ്ലെറ്റ്, ലോഹ ആഭരണങ്ങൾ ഇവ ഒഴിവാക്കുക. അതായത് നിങ്ങൾക്കറിയാം, നീറ്റ് പരീക്ഷ ഹാളിൽ വാച്ച് പെർമിറ്റഡ് അല്ല. അത് നമുക്ക് സ്മാർട്ട് വാച്ച് ആയി കഴിഞ്ഞാലും സാധാരണ വാച്ച് ആയി കഴിഞ്ഞാലും പെർമിറ്റഡ് അല്ല. പരീക്ഷ ഹാളിൽ ക്ലോക്ക് ഉണ്ടാവും. ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ മെറ്റൽസിന്റെ ഏതെങ്കിലും ആഭരണം, കഴിയുന്നത് ആഭരണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു ദിവസത്തേക്കല്ലേ. അപ്പൊ നിങ്ങളുടെ എന്താ പിന്നെ ഭംഗി കാണാനും അല്ലെങ്കിൽ നിങ്ങളെ നോക്കാനും അല്ല ആൾക്കാർ അവിടത്തേക്ക് വരുന്നത്. എല്ലാവരും പരീക്ഷയുടെ ടെൻഷനിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആരും ശ്രദ്ധിക്കുവരില്ല. അപ്പൊ പരമാവധി ആഭരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. ഷൂസ് ഒഴിവാക്കുക. കാരണം ഷൂസിന് കൊണ്ട് ഒരുപാട് സമയം ഡിലേ ആവുന്ന ഒരുപാട് കേസ്, വലിയ ബൂട്ടുകൾ, ഷൂസുകളൊക്കെ ഒഴിവാക്കണം തന്നെയാണ് പറയുന്നത്. കാരണം അതിൽ കോംപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു പരിശോധനകളൊക്കെ വരുമ്പോൾ സമയം ഡിലേ ആവും. ഷൂസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു സംശയം എന്ന് വെച്ചാൽ മെഡിക്കൽ സംബന്ധമായ ശരീരത്തിലുള്ള പല്ലിലുള്ള കമ്പി ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡൻസിന്റെ ഭാഗമായിട്ട് എല്ലിന്റെ പൊട്ടൽ ഉണ്ടാവും. അതിലൊക്കെ മെറ്റൽ ഇംപ്ലാന്റ്സ് ഉണ്ടാവും. അതൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങളുടെ ഈവൺ കൈ ഒടിഞ്ഞിട്ട് ഒരു ബാൻഡേജുമായിട്ട് പരീക്ഷ ഹാളിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഡോക്ടറിന്റെ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ അവർ പെർമിറ്റ് ചെയ്യും. ഒന്നും കുഴപ്പമില്ല കേട്ടോ. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇഷ്യൂസിനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. പല്ലുകളുടെ എല്ലുകളിലുള്ള ഇംപ്ലാന്റ്
അതിലൊക്കെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മളൊരു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇലക്ട്രോണിക് ബ്ലൂടൂത്ത് അല്ലെ, ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്തത് മക്കളെ, ഇലക്ട്രോണിക്സ് ബ്ലൂടൂത്ത് ഡിവൈസുകള്, മൊബൈൽ ഫോണുകൾ, കാൽക്കുലേറ്ററുകൾ ഒന്നും കൊണ്ടുപോകണ്ട. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ എടുത്തിട്ട് പോകണ്ട. വേറൊരു പ്രശ്നം, ഈ ഫോൺ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ അവർ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു, നിങ്ങളിത് എവിടെ സൂക്ഷിക്കും? അപ്പൊ നീറ്റ് NTA പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫോൺ നിങ്ങളുടെ ഒരു സംഗതികളും പുറത്ത്, ബാഗോ കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചാൽ അതിന് NTA ഉത്തരവാദി ആയിരിക്കില്ല. അതുകൊണ്ട് ഫോൺ കൊണ്ടുപോകണ്ട. ബ്ലൂടൂത്ത് ആയിട്ടുള്ള സംബന്ധിച്ച കാര്യങ്ങള്, പിന്നെ കാൽക്കുലേറ്റർ, റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പറൊന്നും കൊണ്ടുപോലെ, റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പറൊന്നും കൊണ്ടുപോകണ്ട. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ഇതൊന്നും പരീക്ഷ ഹാളിൽ കൊണ്ടുപോകരുത്. 18ാമത്തെ കാര്യം, പരീക്ഷ ഹാളിൽ കണ്ണടകൾ ഉപയോഗിക്കുന്നതിന് ചില ആളുടെ ഭയങ്കര സംശയമാണ്. ഞാൻ പരീക്ഷ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴുള്ള ഫോട്ടോയിൽ കണ്ണട വെച്ചു, ഇപ്പൊ കണ്ണട വെച്ചില്ല, നേരത്തെ കണ്ണട ഉണ്ടായിരുന്നു, പല കൺഫ്യൂഷൻ. കണ്ണട ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കണ്ണട വെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ കൂളിംഗ് ഗ്ലാസ്, ഹാറ്റ്, തൊപ്പികളൊന്നും പെർമിറ്റഡ് അല്ല. അതാണ് 18ാമത്തെ കാര്യം. പിന്നെ 19, 2-3 വർഷം മുമ്പേ എനിക്ക് തോന്നുന്നു വലിയ വിവാദങ്ങളായത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ അണ്ടർ ഗാർമെന്റ്സിലുള്ള മെറ്റലിന്റെ ഭാഗങ്ങൾ സ്കാനിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടു. അപ്പൊ ആ കുട്ടിയെ മാനസികമായിട്ട് അവരെ തളർത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ അണ്ടർ ഗാർമെന്റ്സിൽ മെറ്റൽസിന്റെ ഭാഗങ്ങൾ ഒഴിവാക്കുക. അത്തരത്തിലുള്ള അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കരുത് ആ ദിവസത്തേക്ക് എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ തിരക്കുകൾ ഒഴിവാക്കി പരീക്ഷാ കേന്ദ്രത്തിൽ നേരത്തെ എത്തി കൃത്യസമയത്തിന് മുമ്പ് തന്നെ തങ്ങളുടെ സീറ്റുകളിൽ എത്തിച്ചേരാൻ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം ഓഫ് മൈൻഡ്, ആ ദിവസം ഉണ്ടാകുന്ന വളരെ ചെറിയ ഒരു മനസ്സിനുണ്ടാകുന്ന വളരെ ചെറിയൊരു മുറിവ് പോലും പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ പെർഫോമൻസിന് താഴത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡ്രസ്സിങ്ങിനെ സംഭവിച്ച ഗൈഡ് ലൈൻസ് പല പ്രാവശ്യം പല സമയത്ത് നിങ്ങൾ കിട്ടിയാണെന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട്, ആൺകുട്ടിയുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്ന സമയത്ത് ലൈറ്റ് കളറുള്ള സിമ്പിൾ ക്ലോത്തുകൾ ധരിക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ജീൻസ് പാൻറ്റുകളൊക്കെ ഒഴിവാക്കുക. ജീൻസ് പാൻറ്റുകൾ അല്ലെങ്കിൽ പാൻറ്റുകൾ വരുമ്പോൾ അതിന് മെറ്റൽ ഹുക്ക്, അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പാൻറ്റുകൾ ഉപയോഗിക്കുക. വലിയ രീതിയിൽ ലോഗോ ഡിസൈൻസ് ഒക്കെ ഉള്ള ഷർട്ടുകളും ഈ പറഞ്ഞിരിക്കുന്ന പാൻറ്റുകളൊക്കെ ഒഴിവാക്കുക. ഹെവി ക്ലോത്തുകൾ ഒഴിവാക്കുക. ഫുൾ സ്ലീവ് ഒഴിവാക്കുക. ഫുൾ സ്ലീവ് ടീഷർട്ടോ ഫുൾ സ്ലീവ് ഷർട്ടോ വേണ്ട, ഹാഫ് സ്ലീവ് മതി. ഓക്കെ, ഇതൊക്കെ വെറുതെ നിങ്ങൾ ഒരു അൺവാണ്ടഡ് കോംപ്ലിക്കേഷൻ, വലിയ ഫുൾ സ്ലീവ് ഇതൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് വേണ്ടാത്ത കോംപ്ലിക്കേഷൻ. അപ്പൊ കഴിയുന്നതും ഫുൾ സ്ലീവ് ഒഴിവാക്കിയിട്ട് തന്നെ പോവാം, ഹാഫ് സ്ലീവിലേക്ക് പോവാം. ഓക്കെ. പിന്നെ ഗേൾസിന്റെ ഡ്രസ് കോഡിലും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സൽവാർ, അതേപോലെ തന്നെ ടോപ്പ് അതൊക്കെ ഇട്ടിട്ട് പോവാം. ലൈറ്റ് കളർ ആവണം, ഹെവി ഡിസൈൻ വേണ്ട. അപ്പോൾ ടീഷർട്ട്, പാൻറ് അതൊക്കെ കുഴപ്പമില്ല. ജ്വല്ലറി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ ബിഗ് പിൻസ്, ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽസിന്റെ പിന്നും കാര്യങ്ങളൊക്കെ ഡ്രസ്സിൽ ഉണ്ടാവുന്ന ശ്രദ്ധിക്കുക. ഹെവി ക്ലോത്തും ആക്സറീസും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ ചപ്പലിന്റെ കേസിൽ എന്ന് വെച്ചാൽ ഒരു ഇത്തരത്തിൽ ഓപ്പൺ സ്റ്റൈൽ ചപ്പൽസ് ആണ് നല്ലത്. സിമ്പിൾ ആയിട്ട് ലോ ഹീൽസിലുള്ള ഓപ്പൺ സ്റ്റൈൽ ചപ്പൽസ് പ്രിഫർ ചെയ്യുക. ഷൂസിന്റെ ആവശ്യമില്ല, ഷൂസ് കൊണ്ടുപോകണ്ട. പിന്നെ ഫുൾ സ്ലീവ് ഷർട്ട് ഒഴിവാക്കുക, ഹെവി ക്ലോത്തുകൾ ഒഴിവാക്കുക, ജ്വല്ലറി ഒഴിവാക്കുക, വാച്ച് ഒഴിവാക്കുക, ഷൂസ് ഒഴിവാക്കുക, ബെൽറ്റ്, ക്യാപ്പ് അത് ശ്രദ്ധിക്കാതെ പോകുന്ന സംഗതി. ബെൽറ്റിന് മെറ്റൽ ഉണ്ടാവുമല്ലോ, ബെൽറ്റ് ശ്രദ്ധിക്കാം. പിന്നെ തീർച്ചയായിട്ടും കൊണ്ടുപോകേണ്ട സംഗതികൾ അഡ്മിറ്റ് കാർഡ് വേണം. പിന്നെ നമ്മുടെ വാലിഡ് ID പ്രൂഫ്, അത് ID പ്രൂഫ് 1-2 കയ്യിലെടുത്തോളൂ. 2 ID പ്രൂഫിന് 2 എടുത്തോളൂ, കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അതിൽ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, അത് സൈൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. സെക്കൻഡ് പേജിൽ ഉണ്ടല്ലോ, അതിന്റെ അഡ്മിറ്റ് കാർഡിന് 3 പേജുകളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും കമ്പൽസറി ആയിട്ട് എടുക്കണം. തേർഡ് പേജും കൂടെ നിങ്ങൾ എടുത്തോളൂ, അതിലാണ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അതിലൊരു സെൽഫ് ഡിക്ലറേഷൻ സൈൻ ചെയ്യാനും കൂടി ഉണ്ട്, അതും കൂടെ ശ്രദ്ധിക്കാം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ മറക്കണ്ട, നേരത്തെ ഒട്ടിച്ചിട്ട് അങ്ങ് പോവാം. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോകാം. ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, വെള്ളം കൊണ്ടുപോകാം. പിന്നെ മൊബൈൽ ഫോൺ എടുക്കരുത്, ബ്ലൂടൂത്ത് എടുക്കരുത്, കാൽക്കുലേറ്റർ എടുക്കരുത്. നേരത്തെ പറഞ്ഞതന്നെ നോട്ട്സ്, പേപ്പർ എടുക്കരുത്. ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ, ബാഗ് കൊണ്ടുപോകുമ്പോൾ അവിടെ സൂക്ഷിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതാണ് പ്രധാന പ്രശ്നം. എൻ്റെ പാരൻസിന്റെ കയ്യിൽ, പുറത്ത് അവരുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കേണ്ടി വരും. പിന്നെ ജോമെട്രി ബോക്സ് വേണ്ട, മെറ്റാലിക് ഐറ്റംസ് ഒന്നും വേണ്ട. മറ്റ് പെർമിറ്റഡ് അല്ലാത്ത വസ്തുക്കൾ കൊണ്ടുപോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കൊണ്ടുപോകരുത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ 11 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം 11 മണിയോട് കൂടി സെന്ററിലേക്കുള്ള എൻട്രി തുടങ്ങും. ലാസ്റ്റ് എൻട്രി 1:30-ക്കാണ്. പിന്നെ നിങ്ങളുടെ സീറ്റ് 1:15 തന്നെ പരമാവധി നേരത്തെ തന്നെ സീറ്റുകളിലേക്ക് എത്തിച്ചാൽ ശ്രദ്ധിക്കുക. എക്സാം 2 മണിക്ക് തുടങ്ങും, അതൊക്കെ നിങ്ങൾക്കറിയാം. ലേറ്റ് ആയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലും നിങ്ങൾ എത്ര ഇൻഫ്ലുവൻസ് അവരെ ചെയ്യാൻ ശ്രമിച്ചാൽ എൻട്രി കിട്ടില്ല. അതുകൊണ്ട് ഒരു ദിവസത്തെ കാര്യമാണ്, വളരെ നേരത്തെ തന്നെ പരമാവധി പരീക്ഷ ഹാളിൽ എത്താൻ ശ്രദ്ധിക്കുക. പിന്നെ ബയോമെട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡ്രസ് കോഡ്, ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെ ഒന്ന് വിശദമായിട്ട് നോക്കുക. ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് വരിക, ഞാൻ മറുപടി തരാം. ഒരിക്കൽ കൂടി എല്ലാ മക്കൾക്കും
വളരെ സമാധാനത്തോടു കൂടിയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഈ നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.